ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗന്ദര്യം വരാൻ ആരാ ഇഷ്ടപ്പെടാത്തത് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിന് നമുക്ക് സമയം മെനക്കെടുത്താനോ അല്ലെങ്കിൽ കുറേ കാശ് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനോ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ ഉണ്ടായാൽ മതി കേട്ടോ. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു ദിവസം എടുത്തിട്ട് നമുക്കൊന്ന് നമ്മുടെ മുഖത്തും കൈകളിലും കഴുത്തിലും ഒക്കെ ഒന്ന് പുരട്ടി, അല്ലെങ്കിൽ നമ്മുടെ ശരീരമാസകലം പുരട്ടാനും, അതുപോലെ തന്നെ മുഖത്ത് രാവിലെ നമ്മളത് പുരട്ടിയതിന് ശേഷം കുളിക്കുന്നത് വരെ അത് മുഖത്തോടെ ഇരുന്നോട്ടെ, ബാക്കി പണിയൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തിന് സോഫ്റ്റ്നെസ് കിട്ടാനും നല്ല മൃദുത്വം, അതുപോലെ തന്നെ ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ വേണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാക്കറ്റ് വെളിച്ചെണ്ണകളൊക്കെ എത്രമാത്രം അതിൽ കൂട്ടുകളില്ലാത്ത എങ്ങനെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാകുമ്പോൾ ഇഷ്ടംപോലെ കൊപ്ര നമുക്ക് ഉണക്കാനും ആട്ടാനും തേങ്ങ ആട്ടി വെളിച്ചെണ്ണ കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണയും വളരെ നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ മേടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 5-10 സെൻറ്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ തെങ്ങൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. കറിക്ക് ഉപയോഗിക്കാൻ, ചട്നിക്കും ഇതിനൊക്കെ നാളികേരം എടുക്കുന്നുണ്ട്. പക്ഷേ നാളികേരമൊന്നും തെങ്ങിൻ്റെ മുകളിൽ ഇപ്പോൾ ഉണ്ടാവണില്ല. എത്ര വളം അങ്ങോട്ട് കൊടുത്താലും ഇങ്ങോട്ട് ഉണ്ടാവണില്ല. അപ്പോൾ അതുകൊണ്ട് തേങ്ങ നമുക്ക് കിട്ടാനും തേങ്ങ ആട്ടി വെളിച്ചെണ്ണ എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും നമ്മൾ തേങ്ങ ആട്ടുന്ന മില്ലുകളുണ്ടല്ലോ, അവിടുന്ന് നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൊപ്രയൊക്കെ ഉണക്കിയിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മുടെ സൗന്ദര്യം നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ നമുക്കൊരു മിനുപ്പും ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ശരീരമാസകലം വെളിച്ചെണ്ണ തേച്ച് കുളിക്കണോണ്ടും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ദിവസം പറ്റിയില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. മുഖത്തേക്ക് നമുക്ക് ദിവസം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് എങ്ങനെയുള്ളതാന്ന് നോക്കിയിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ സ്കിന്ന്, അതുപോലെ തന്നെ ഓയിലി സ്കിന്ന്, പിന്നെ സെൻസിറ്റീവ് സ്കിന്ന്, ഇങ്ങനെയുള്ള സ്കിന്നുകളായിരിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ സ്കിന്നിനെ പറ്റി അറിയുന്ന ചിലപ്പോൾ ഒരു ഡോക്ടറോടോ അല്ലെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി അങ്ങനെ ചെല്ലുമ്പോൾ അവരോ ഒരു പ്രാവശ്യം ഫേഷ്യൽ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നാണ് നിങ്ങളുടെയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് പണികളൊക്കെ കഴിഞ്ഞ് കുളിക്കുമ്പോൾ സമയത്ത് നമുക്ക് കഴുകി കളഞ്ഞാൽ മതി. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വഴി ഡ്രൈ സ്കിന്ന് സ്മൂത്ത് ആവാനും നല്ലൊരു ഗ്ലോ കിട്ടാനും വളരെ നല്ലതാണ്. ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെളിച്ചെണ്ണ ഇപ്പോൾ രാത്രി മുഖത്ത് തേച്ച് കിടക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ മുഖത്ത് തേച്ചതിന് ശേഷം നമുക്ക് കുളിക്കുന്ന സമയത്ത് കഴുകി കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളെ അകറ്റാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ വായിലൊക്കെ ഉള്ള രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വായിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വായിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കുലുക്കൊഴിഞ്ഞാൽ മതി. ഇത്ര കുറച്ച് സമയം വായിൽ പിടിച്ചിട്ട് കുലുക്കൊഴിഞ്ഞ് കഴിഞ്ഞാൽ വായിലെ രോഗങ്ങൾ ഒക്കെ മാറാനായിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട്. കാരണം മോണപ്പഴുപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ രക്തം വരിക ഇതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും, ഇല്ല നിങ്ങൾ ഇടനേരത്താണ് കഴിക്കുന്നത് വെച്ചാലും അങ്ങനെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അറിയുന്ന ഒരു വ്യക്തി അങ്ങനെ ചെയ്തിട്ട് നല്ലപോലെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഒരു 10-15 വയസ്സ് കുറഞ്ഞ പോലെ അദ്ദേഹത്തെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വെളിച്ചെണ്ണയാണ്, അതായത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് കേട്ടോ. ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ കേട്ടോ. അപ്പോൾ അതാണ് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അല്ല കേട്ടോ, നമ്മൾ ദിവസങ്ങളോളം അടുപ്പിച്ചത് കഴിക്കണം. പക്ഷെ കഴിച്ചാൽ അതിൻ്റേതായ ഗുണം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ സൗന്ദര്യത്തിന് മാത്രമല്ല, നമ്മുടെ ശരീരഭാരം കുറയുന്നതിനും നമുക്ക് വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. ഒരുപാട് രോഗങ്ങളെ തടയുന്നതിനും വളരെ നല്ലതാണ്. പക്ഷെ നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ പുരട്ടുന്നത് വഴി നമ്മുടെ മുഖത്ത് എണ്ണമയം കൂടുകയും, അപ്പോൾ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു
നല്ല സോഫ്റ്റും സ്മൂത്തും ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് പറ്റും. ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം നമ്മുടെ മുഖത്തുള്ള പാടുകളിൽ, അതായത് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ആ സുഷിരങ്ങൾ അടഞ്ഞു കഴിഞ്ഞിട്ട് കൂടുതൽ നമുക്ക് ഓയിൽ നമ്മുടെ മുഖത്ത് ഉണ്ടാവും. അപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, ഓയിലി സ്കിന്നുകാർ വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓയിലി ആകുള്ളൂ മുഖം. അതുപോലെ തന്നെ ആ സുഷിരങ്ങളൊക്കെ അടയുന്നത് വഴി മുഖക്കുരു ഉണ്ടാവാനും, ബ്ലാക്ക് ഹെഡ്സ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടാവാനും, കറുത്ത പാടുകളൊക്കെ മുഖത്ത് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ ഇനി നിങ്ങൾ ദിവസം മുഖത്ത് തേക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു തുള്ളി, നമ്മളൊരു പയറുമണിയുടെ അത്രയൊക്കെ വലിപ്പത്തിൽ എടുക്കുക കേട്ടോ, അല്ലാതെ ഒരു സ്പൂണൊന്നും എടുക്കണ്ട. പിന്നെ ഓയിലി സ്കിന്നുകാർ മുഖത്ത് വെളിച്ചെണ്ണ പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാനായിട്ട് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം നമുക്ക് മുഖത്തു നിന്നുള്ള മേക്കപ്പിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ എന്തെങ്കിലും നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും, തുടച്ച് നീക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മുഖം കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുക, ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ പുരട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ഒന്ന് തുടയ്ക്കും, എന്നിട്ട് നമ്മൾ നല്ല സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകുകയാണ് ചെയ്യുക കേട്ടോ. അതുപോലെ മുഖക്കുരു വരാൻ സാധ്യത ഉണ്ട്, ഞാൻ പറഞ്ഞു, ബ്ലാക്ക് ഹെഡ്സും വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ദിവസവും വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. അതുപോലെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഒരു ചെറിയ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഏത് സ്കിന്നുകാരാണെന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണ മുഖത്ത് പുരട്ടിയതിന് ശേഷം വെയിലത്ത് ഇറങ്ങി നടക്കരുത്. വെയിലത്ത് ഇറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖം പെട്ടെന്ന് കരിവാളിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് രാത്രി കിടക്കുമ്പോൾ നമ്മൾ മുഖത്ത് വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് കിടന്നാലും കുഴപ്പമില്ല, രാവിലെ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ വെയിൽ കൊള്ളണില്ലല്ലോ. അല്ലാതെ നമ്മൾ പകലൊക്കെ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വെയിൽ കൊള്ളരുത് കേട്ടോ. പിന്നെ നിങ്ങൾ മുഖത്ത് മേക്കപ്പൊക്കെ കളയാനായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെളിച്ചെണ്ണ നമ്മൾ എന്തെങ്കിലും നല്ല സോഫ്റ്റ് ഒക്കെ ആവാനും കാര്യങ്ങൾക്കും നല്ല ഗ്ലോ കിട്ടാനും വെളിച്ചെണ്ണ വളരെ നല്ലതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഇതുപോലെ ചെറിയൊരളവിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാർ നല്ല ജെല്ല് രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ ജോജോബ ഓയിൽ എന്ന് പറയുന്നതോ അങ്ങനെ എന്തെങ്കിലും ഓയിലുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് മുഖത്ത് പുരട്ടാനായാലും തലയിൽ പുരട്ടാനാണെങ്കിലും ഉരുക്ക് വെളിച്ചെണ്ണയും വളരെ നല്ലതാണ് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വഴി ചർമ്മത്തിലെ ഇലാസ്തികത കൂട്ടാനും പ്രായം വളരെ കുറവായിട്ട് തോന്നിക്കാനും, ചർമ്മത്തിന് പ്രായം വളരെ കുറവായിട്ട് തോന്നിക്കാനും കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൺസ്ക്രീന്, അതുപോലെ അധികം കെമിക്കലുകൾ ഇല്ലാത്ത വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറയില്ലേ, 24 മണിക്കൂർ നിൽക്കും, വെള്ളം നനഞ്ഞാലും പോവില്ല എന്നൊക്കെ പറയുന്ന മേക്കപ്പുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കളയാനായിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ മുഖത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഓയിലി സ്കിന്നുകാർ അധികം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. വരണ്ട ചർമ്മമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിനും നിറം വർദ്ധിക്കാനും അതുപോലെ തന്നെ ചർമ്മ സൗന്ദര്യം നിലനിർത്താനും ഒക്കെ വളരെ നല്ലതാണ് വെളിച്ചെണ്ണ. പിന്നെ രാത്രി കിടക്കുമ്പോൾ അധിക സമയം പുരട്ടി കിടക്കാനായിട്ട് ഓയിലി സ്കിന്നുകാർ ചെയ്യണ്ട. പക്ഷെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. വെളിച്ചെണ്ണ വളരെ നല്ലതാണ്, പക്ഷെ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് വെളിച്ചെണ്ണ നല്ലതാണ് വെച്ചിട്ട് നമ്മൾ സൗന്ദര്യം കൂട്ടാനായിട്ട് വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം. അപ്പോൾ ശരീരഭാരം കുറയ്ക്കാനും വെളിച്ചെണ്ണ നല്ലതാണ്. ശരീരത്തിൻ്റെ നമ്മുടെ ചർമ്മത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താനും നല്ലതാണ്. മുഖത്തിൻ്റെ ഭംഗി, ഗ്ലോ അല്ലെങ്കിൽ മുഖത്തിന് ഒരു തെളിച്ചം ഒക്കെ കിട്ടാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കൂട്ടിയിട്ട് പല രീതിയിൽ ഫേസ് പാക്കുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവ് കുറഞ്ഞ അളവിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, ഓയിലി സ്കിന്നിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വരണ്ട ചർമ്മത്തിലേക്ക് നമ്മൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഈർപ്പം നിലനിർത്തിയിട്ട് ചർമ്മത്തിന് ഒരു മൃദുത്വം നൽകും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്ന സമയത്ത് ചർമ്മത്തിന് ഒരു പ്രത്യേക പ്രതിരോധ ശക്തി കിട്ടാനും വെളിച്ചെണ്ണ വളരെ നല്ലതാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.